സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് കുമ്പളയിൽ ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിന് കേസ്. കുമ്പള കണിപ്പുര ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രം ഉത്സവത്തോടനുബന്ധിച്ചാണ് അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയത്. കേരള സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചാണ് ജില്ലാ സമ്മേളനം നടന്നത്. നായർ സർവീസ് സൊസൈറ്റിയുടെ തെക്കേ തൃക്കരിപ്പൂർ കരയോഗത്തിന് ഇളമ്പച്ചിയിൽ നിർമ്മിച്ച കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനം 19-ന് നടക്കും. ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പദ്ധതി അധ്യാപക ശില്പശാലയ്ക്ക് ചെറുവത്തൂരിൽ തുടക്കമായി. എഴുത്തുകാരൻ പ്രകാശൻ കരിവള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കേരള കോപ്പറേറ്റീവ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് താലൂക്ക് സമ്മേളനം നടന്നു. സംസ്ഥാന സെക്രട്ടറി എം ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട്ട് നടക്കുന്ന CPM ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായി വല്ല ലോക്കൽ കമ്മിറ്റി ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് ഫുട്ബോൾ മത്സരം നടന്നത്. നെഹ്റു യുവകേന്ദ്ര കാസർഗോഡ് NSS യൂണിറ്റ്, നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാട്, സബ് ഡിവിഷണൽ RTO ഓഫീസ് കാഞ്ഞങ്ങാട് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷാ വാരാചരണം നടത്തി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കുമ്പളയിൽ ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിന് കേസ്. കുമ്പള കണിപ്പുര ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ചാണ് അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയത്. ഇന്നലെ രാത്രിയായിരുന്നു വെടിക്കെട്ട്. സംഭവത്തിൽ 5 ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെയാണ് കുമ്പള പോലീസ് കേസെടുത്തത്. കേരള സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചാണ് ജില്ലാ സമ്മേളനം നടന്നത്. കേരള സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചാണ് നടന്നത്. NA നെല്ലിക്കുന്ന് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതായത് ഞാൻ അവനെ കൊല്ലും, പക്ഷെ നിങ്ങൾ എന്നെ സഹായിക്കണം എന്നാണ്. അപ്പോൾ സ്വന്തം മകനിൽ നിന്ന് പോലും നമുക്ക് നീതി കിട്ടാത്ത ഒരു കാലമാണ് ഇത് എന്ന് ഞാൻ സൂചിപ്പിക്കുക. പിന്നെ സർക്കാരിൽ നമുക്ക് നീതി ലഭിക്കുക. ഞാൻ ഈ ഓണത്തിനും ക്രിസ്മസിനും വിഷുവിനും പെരുന്നാളിനും ഒക്കെ നമ്മുടെ പരവനടക്കത്തെ ഓൾഡ് ഏജിൽ പോകാറുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെയാണ് ഓണസദ്യ ഉണ്ടത് അവരോടൊപ്പം. അപ്പോൾ അവിടെയുള്ള ഓരോ ആളുകളുടെയും ദുരിതം, സാധാരണ വീട്ടിൽ ആരും നോക്കാനില്ലാത്തപ്പോഴാണ് ഈ പ്രായമുള്ള ആളുകളെ ഓൾഡ് ഏജിൽ എത്തിക്കുന്നത്. ഇത് മക്കളുള്ള അമ്മമാർ, എല്ലാ സൗകര്യങ്ങളും വീട്ടിലുള്ള അമ്മമാർ പോലും അവിടെ എത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ജില്ലാ പ്രസിഡന്റ് T. അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മങ്ങാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി P. കുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ സുശീല ലാസർ, അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ, M. ഗോപാലകൃഷ്ണക്കുറുപ്പ്, കുഞ്ഞാമത് പാലക്കി, ഉമേഷ് കാമത്ത്, യൂസഫ് ഹാജി എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ബിൽറ്റക് അബ്ദുള്ള, KK ജാഫർ, K. ലത, ബൽരാജ് M, KK ബാബു, P. A. അബൂബക്കർ ഹാജി, K. സുകുമാരൻ മാസ്റ്റർ, M. ഗംഗാധരൻ, മേരിക്കുട്ടി മാത്യു എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ ചന്ദ്രശേഖരൻ സ്വാഗതവും കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി M. പുരുഷോത്തമൻ നന്ദിയും പറഞ്ഞു. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നായർ സർവീസ് സൊസൈറ്റിയുടെ തെക്കേ തൃക്കരിപ്പൂർ കരയോഗത്തിന് ഇളമ്പച്ചിയിൽ നിർമ്മിച്ച കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനം 19-ന് ഞായറാഴ്ച രാവിലെ നടക്കും. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കരിച്ചേരി പ്രഭാകരൻ നായർ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഹോസ്ദുർഗ യൂണിയന് കീഴിൽ 4.5 പതിറ്റാണ്ട് മുമ്പ് 3622 നമ്പറായി രജിസ്റ്റർ ചെയ്ത തെക്കേ തൃക്കരിപ്പൂർ കരയോഗത്തിന് ഇളമ്പച്ചിയിലുള്ള 5.5 സെന്റ് സ്ഥലത്താണ് സ്വന്തമായി മന്ദിരം നിർമ്മിച്ചത്. ഓഫീസുകളും കോൺഫറൻസ് ഹാളും ഉൾപ്പെടെയുള്ള മന്ദിരം 4 മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. തെക്കേ തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ പുതുതായി നിർമ്മിച്ച കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ജനുവരി 19-ന് രാവിലെ 9:30-ന് നടക്കും. NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കരിച്ചേരി പ്രഭാകരൻ നായർ ഉദ്ഘാടനം ചെയ്യും. കരയോഗം പ്രസിഡന്റ് PC മുരളീധരൻ നമ്പ്യാർ അധ്യക്ഷത വഹിക്കും.
താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കോടൂത്ത ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ഉച്ചകഴിഞ്ഞ് കുടുംബസംഗമവും വിവിധ കലാപരിപാടികളും നടക്കുമെന്ന് കരയോഗം ഭാരവാഹികളായ PC മുരളീധരൻ നമ്പ്യാർ, PK സത്യനാഥൻ, P ബാലകൃഷ്ണൻ നായർ, M ഗോപിനാഥൻ, PC രാജൻ നമ്പ്യാർ എന്നിവർ അറിയിച്ചു. 45 വർഷം മുമ്പ് ഈ കരയോഗം 3622 നമ്പറായി തെക്കേ തൃക്കരിപ്പൂർ NSS കരയോഗം എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ദീർഘകാലത്തെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായി ഒരു കരയോഗ മന്ദിരം ഉണ്ടാക്കുക എന്നത്. കഴിഞ്ഞ 6 വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അതിനുള്ള ഒരു സാമ്പത്തിക ശേഷി കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അംഗങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന തുക, അതുപോലെ ലഘു സമ്പാദ്യ പദ്ധതി, അതിൽ നിന്ന് കിട്ടുന്ന തുക ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ആസ്ഥാന മന്ദിരം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 5.5 സെൻറ്റ് സ്ഥലം സ്വന്തമായി വാങ്ങുകയും വളരെ പെട്ടെന്ന് ഒരു 3 മാസത്തിനകം എന്ന് പറയുന്ന രീതിയിൽ സ്വന്തമായി ഒരു കെട്ടിടം ഉണ്ടാക്കാൻ കഴിഞ്ഞതിലും കരയോഗം മെമ്പർമാരൊക്കെ ആഹ്ലാദ തിമർപ്പിലാണ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പദ്ധതി അധ്യാപക ശില്പശാലയ്ക്ക് ചെറുവത്തൂരിൽ തുടക്കമായി. എഴുത്തുകാരൻ പ്രകാശൻ കരിവെള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ സർഗാത്മക രചനയിലേക്ക് നയിക്കാൻ സമഗ്ര ശിക്ഷ കേരളം ആവിഷ്കരിച്ച ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പദ്ധതി അധ്യാപക ശില്പശാലയ്ക്ക് ചെറുവത്തൂർ BRCയിൽ തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിൽ വായനക്കൂട്ടം, എഴുത്തുകൂട്ടം എന്നിവ രൂപീകരിച്ച് പുസ്തക ചർച്ച, ആസ്വാദനക്കുറിപ്പെഴുത്ത്, രചനാ ശില്പശാല, എഴുത്തുകാരുമായി സംവാദം, വായനാ പ്രതിഭാ പുരസ്കാരം, കുട്ടി വായനക്കാർക്ക് അംഗത്വ വിതരണം, സാഹിത്യയാത്ര തുടങ്ങിയ പരിപാടികൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സഹകരണത്തോടെ നടക്കും. ചെറുവത്തൂർ BRC ഹാളിൽ നടന്ന ശില്പശാല അധ്യാപകനും എഴുത്തുകാരനുമായ പ്രകാശൻ കരിവെള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ഒരു കവിത വായിക്കാൻ വേണ്ടി ഈ സാക്ഷരതാ പ്രവർത്തനം നടത്തിയ സന്ദർഭമായിരുന്നു. നമ്മൾ പിൽക്കാലത്ത് 1980-കളിൽ ഒരു സാക്ഷരതാ പ്രവർത്തനം നടത്തിയത് നിങ്ങൾക്ക് ബസ്സിൻ്റെ ബോർഡ് വായിക്കണ്ടേ, നിങ്ങൾ ബാങ്കിൽ ലോൺ എടുക്കുമ്പോൾ ഒപ്പിടേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ സാക്ഷരതയിലേക്ക് ആകർഷിച്ചത് അല്ലേ. എന്നാൽ അന്ന് നിങ്ങൾക്ക് രമണൻ വായിക്കണ്ടേ എന്ന് പറഞ്ഞ് ഒരു സാക്ഷരതാ പ്രവർത്തനം നടത്തിയാണ് കേരളം. നമ്മുടെ നാട്ടിലെ വീടിക്കാരും കൂലിക്കാരും തൊഴിലാളികളൊക്കെ ക്ലാസ് പോയി പഠിച്ചു. എന്നിട്ട് രമണൻ വായിക്കണമായിരുന്നു. പ്രിയ കവിയുടെ വരികൾ വായിച്ച് ഓരിത്തരിക്കണം. അതിനുവേണ്ടി ഡോക്ടർ KV സജീവൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ M സുനിൽകുമാർ പദ്ധതി വിശദീകരണം നടത്തി. ജിതേഷ് കമ്പല്ലൂർ, അഖിൽ വയലാങ്കുഴി, സൂര്യ KV എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള കോപ്പറേറ്റീവ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് താലൂക്ക് സമ്മേളനം കാസർഗോഡ് നടന്നു. സംസ്ഥാന സെക്രട്ടറി M ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ച ജീവനക്കാരുടെ പെൻഷൻ പരിഷ്കരണ റിപ്പോർട്ട് യാതൊരു ഗുണവും ഇല്ലാത്തതിനാൽ തള്ളിക്കളയണമെന്ന് കേരള കോപ്പറേറ്റീവ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. നിർത്തലാക്കിയ ക്ഷാമബത്ത പുനഃസ്ഥാപിക്കുക, ചുരുങ്ങിയ പെൻഷനും പരമാവധി പെൻഷനും വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി M ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ബാങ്കിൻ്റെ ജീവനക്കാരുടെ ഫണ്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. മറ്റു സഹകരണ മേഖലയിലെ ജീവനക്കാരുടെ പെൻഷൻ ഫണ്ട് വേറെ 2 ഫണ്ടുമായിട്ട് 2 മാനേജ്മെൻ്റ് ആയിട്ടാണ് അവിടെ വളർന്നിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഹകരണ മേഖലയിൽ ജീവനക്കാരെക്കാൾ കൂടുതൽ ഉയർന്ന പെൻഷൻ അവർക്ക് ലഭിച്ചിരുന്നു. ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. ഈ അന്തരം കുറയ്ക്കാൻ ആവശ്യമായ നിരന്തര പോരാട്ടങ്ങൾ നമ്മുടെ സംഘടന നടത്തിയിട്ടുണ്ട്, ഫലം കണ്ടില്ല. പക്ഷേ 2019-ലാണ് നമുക്ക് ഈ സഹകരണ മേഖലയിലെ ജീവനക്കാർക്ക് കാലോചിതമായ ഒരു പരിഷ്കരണം പെൻഷനുമായി ബന്ധപ്പെട്ട് വേണമെന്ന് അഭിപ്രായപ്പെട്ടു. താലൂക്ക് പ്രസിഡന്റ് CV ജയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് V മുകുന്ദൻ, വൈസ് പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, E പത്മാക്ഷൻ, A രവീന്ദ്രൻ, NV ബാലൻ, MC നാരായണിക്കുട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട്ട് നടക്കുന്ന CPM ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായി ബല്ല ലോക്കൽ കമ്മിറ്റി ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് ഫുട്ബോൾ മത്സരം നടന്നത്. കാഞ്ഞങ്ങാട്ട് നടക്കുന്ന CPM ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായാണ് ബല്ല ലോക്കൽ കമ്മിറ്റി ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് ഫുട്ബോൾ മത്സരം നടന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 24ാം പാർട്ടി കോൺഗ്രസ് 2025 ഏപ്രിൽ മാസം 2 മുതൽ മധുരയിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനം
2024 സെപ്റ്റംബർ മുതലാണ് ആരംഭിച്ചത്. ആ സമ്മേളനം ജില്ലാ സമ്മേളനങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ കഴിഞ്ഞ സമ്മേളനങ്ങളിലെല്ലാം വലിയ തോതിലുള്ള ജനപങ്കാളിത്തം വ്യത്യസ്തങ്ങളായ പരിപാടികളിലൂടെ ജനങ്ങളെയാകെ ഈ പ്രസ്ഥാനം സംഘടിപ്പിക്കുന്ന പരിപാടികളുമായി കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു വലിയ ജനകീയമായ ഒരു മുന്നേറ്റം ഇതിലൂടെ കൈവരിക്കാൻ പാർട്ടിക്ക് ഇതിനകം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. എം രാഘവൻ അധ്യക്ഷനായി. മുൻ ദേശീയ ഫുട്ബോൾ താരം എം സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. വി രമേശൻ, കെ രാജ്മോഹനൻ, അനിൽ ബംഗളം, PV രഘുനാഥ്, KV ജയൻ, KV രാഘവൻ, സേതു കുന്നുമ്മൽ, ബിപിൻ ബല്ലത്ത് എന്നിവർ സംസാരിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് സെമി ഫൈനൽ മത്സരങ്ങളും 20 വൈകിട്ട് 5 ഫൈനൽ മത്സരവും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകൾ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188, 8547349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്രാ ഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895413028.
വാർത്തകൾ തുടരുന്നു. നെഹ്റു യുവകേന്ദ്ര കാസർഗോഡ് NSS യൂണിറ്റ്, നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാട്, സബ് ഡിവിഷണൽ RTO ഓഫീസ് കാഞ്ഞങ്ങാട് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷാ വാരാചരണം നടത്തി. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടത്തിയ പരിപാടി കാഞ്ഞങ്ങാട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിജയൻ M ഉദ്ഘാടനം ചെയ്തു. നെഹ്റു യുവകേന്ദ്ര കാസർഗോഡ് NSS യൂണിറ്റ്, നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാട്, സബ് ഡിവിഷണൽ RTO ഓഫീസ് കാഞ്ഞങ്ങാട് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് റോഡ് സുരക്ഷാ വാരാചരണം നടത്തിയത്. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടത്തിയ പരിപാടി കാഞ്ഞങ്ങാട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിജയൻ M ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ വാഹന വകുപ്പ് കാഞ്ഞങ്ങാട് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇങ്ങനൊരു സുരക്ഷാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ വർഷത്തെ ദേശീയ റോഡ് സുരക്ഷാ മാസം ജനുവരി 1 മുതൽ 31 വരെ രാജ്യത്തുടനീളം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ വകുപ്പുകളുമായി സഹകരിച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് സുരക്ഷാ മാസം 1-ാം തീയതി മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. ലോകത്തൊരു വർഷം 13 ലക്ഷത്തോളം ആളുകൾ റോഡിൽ മരണപ്പെടുന്നു എന്ന സത്യം ജനങ്ങളെ അറിയിക്കുന്നതിനും കേരളത്തിൽ 4500-ൽ താഴെ 4200-4400 ആളുകൾ ഒരു വർഷം റോഡിൽ മരണപ്പെടുന്നു എന്ന സത്യം ജനങ്ങളിലേക്ക് വിളിച്ചു പറയുന്നതിനും ഇത്തരം അപകടങ്ങൾ കുറയ്ക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് റോഡ് സുരക്ഷാ മാസം എന്ന നിലയിൽ സർക്കാരുകൾ ആചരിക്കുന്നത്. ജില്ലാ യൂത്ത് ഓഫീസർ അഖിൽ P അധ്യക്ഷത വഹിച്ചു. നെഹ്റു കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ സുമലത, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഷാജി എന്നിവർ സംസാരിച്ചു. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. തുടർന്ന് പൊതുജനങ്ങളുമായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. ജനപങ്കാളിത്തം കൊണ്ട പരിപാടി ശ്രദ്ധേയമായി. മൃഗസംരക്ഷണ വകുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വിരമിച്ച ജീവനക്കാരുടെ ക്ഷേമവും സഹകരണവും പാരസ്പര്യവും ലക്ഷ്യമിട്ട് കൂട്ടായ്മ കാഞ്ഞങ്ങാട് പ്രാദേശിക മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ നടന്ന പ്രത്യേക യോഗത്തിൽ രൂപീകൃതമായി. മൃഗസംരക്ഷണ വകുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വിരമിച്ച ജീവനക്കാരുടെ ക്ഷേമവും സഹകരണവും പാരസ്പര്യവും ലക്ഷ്യമിട്ട് കൂട്ടായ്മ കാഞ്ഞങ്ങാട് പ്രാദേശിക മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ നടന്ന പ്രത്യേക യോഗത്തിൽ രൂപീകൃതമായി. ക്ഷമാശ്വാസ കുടിശ്ശിക, പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക എന്നിവ എത്രയും വേഗം പൂർണ്ണമായും അനുവദിച്ച് നൽകണമെന്നും 2024 ജൂലൈയിൽ പ്രാബല്യത്തിൽ ലഭ്യമാകേണ്ടുന്ന പെൻഷൻ പരിഷ്കരണം യാഥാർത്ഥ്യമാക്കാൻ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിക്കണമെന്നും എല്ലാവർക്കും സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഒരു വർഷത്തേക്കുള്ള പ്രവർത്തന കലണ്ടറും ബജറ്റും യോഗം അംഗീകരിച്ചു. ഭാസ്കരൻ ഊരാളിയുടെ അധ്യക്ഷതയിൽ യോഗം ഡോക്ടർ P നരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെല്ലാവരെ കാണാനുള്ള ഒരു അവസരം കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. അതാണ്, അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ കാണാമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. നിങ്ങളൊരു കൂട്ടായ്മ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഒരു കാണാനുള്ള ഒരു അവസരം വന്നത്. ഈ അവസരം ഒരുക്കിയതിന് വേണ്ടിയിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ രവിയേട്ടനുണ്ട്, ഭാസ്കരനുണ്ട്, ഇവർക്കെല്ലാം ആദ്യമായിട്ട് നമ്മൾ നന്ദി പറയുന്നത്. എന്നെ ഇദ്ദേഹം വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് നമ്മളെ കൂടെ ജോലി ചെയ്ത ആൾക്കാരെ കാണുക എന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു കാണാനുള്ള അവസരമില്ല. വി രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ നാഗരാജ മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ B ശിവനായിക്, ഡോക്ടർ രാജലക്ഷ്മി, ഡോക്ടർ K വസന്തകുമാർ, P മധുകുമാർ, CP ബാലൻ, ത്രേസ്യാമ്മ ജോസഫ്, N സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. N ദിവാകരൻ നന്ദി പറഞ്ഞു. ഭാരവാഹികളായി ഡോക്ടർ KM സതീശനെ പ്രസിഡന്റായും, ഭാസ്കരൻ ഊരാളി, ഡോക്ടർ M മുരളീധരൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, മോഹനൻ M, ത്രേസ്യാമ്മ ജോസഫ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, V രവീന്ദ്രനെ സെക്രട്ടറിയായും, M നാരായണനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കലയെന്നാൽ പൊരുതാനുള്ള ആയുധവും മുറിവുണക്കാനുള്ള മരുന്നുമായാണ് അറിയപ്പെടുന്നതെന്ന് വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ വൈസ് ചെയർമാൻ ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് അഭിപ്രായപ്പെട്ടു. 6 ദിവസങ്ങളിലായി നടക്കുന്ന കേരള സംഗീത നാടക അക്കാദമി ഉത്തരമേഖല അമേച്വർ നാടക മത്സരം നടക്കാവിൽ ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കല എന്നാൽ പൊരുതാനുള്ള ആയുധവും മുറിവുണക്കാനുള്ള മരുന്നുമായാണ് അറിയപ്പെടുന്നതെന്ന് വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ വൈസ് ചെയർമാൻ ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ് അഭിപ്രായപ്പെട്ടു.
6 ദിവസങ്ങളിലായി നടക്കുന്ന കേരള സംഗീത നാടക അക്കാദമി ഉത്തര മേഖല അമേച്വർ നാടക മത്സരം നടക്കാവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. I will show you why my poetry doesn't speak on flowers and trees. Come and see the blood in the street എന്ന് എഴുതിയ പാബ്ലോ നെരൂദ എന്ന ഈ വിശ്വത്തിലെ ഏറ്റവും മഹാനായ മനുഷ്യ കവിയുടെ പേരാണ്. ആ നെരൂദയുടെ പേരാണ് നടക്കാവിലെ ഈ നാടക കലാ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് സ്വന്തമായുള്ളത് എന്നത് കൊണ്ട് തന്നെ നടക്കാവിലെ നെരൂദ എന്ന പ്രസ്ഥാനം ഇത്തരമൊരു നാടകോത്സവത്തിൻ്റെ സംഘാടന ചുമതല ഏറ്റെടുത്തതിൽ അത്ര കണ്ട് പ്രശംസിക്കാനുണ്ട് എന്നൊരു അഭിപ്രായം എനിക്കില്ല. കാരണം നെരൂദയുടെ പേരുപേറുന്ന ഒരു പ്രസ്ഥാനത്തിന് നാടിൻ്റെ പുരോഗമന ചിന്തയുടെ ഭാഗമായുള്ള ഒരു കലാവിപ്ലവത്തെ ഏറ്റെടുക്കാതിരിക്കുവാൻ യാതൊരു തരത്തിലുള്ള തരവും നിർവാഹവുമില്ല എന്നുള്ളതാണ്. കലയ്ക്ക് നിർവചിക്കാൻ കഴിയുന്നതിന്റെ പേരാണ് മാനവികതയുടെ ശാസ്ത്രമെന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായിരുന്നു. സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി മുഖ്യപ്രഭാഷണം നടത്തി. സംഗീത നാടക അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന ഡോക്ടർ കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാർ പരിഭാഷപ്പെടുത്തിയ ഭരതാർണവം പുസ്തകത്തിന്റെയും നാടക സ്മരണികയുടെയും പ്രകാശനവും GS പ്രദീപ് ചടങ്ങിൽ നിർവഹിച്ചു. അക്കാദമി അംഗം EP രാജഗോപാലൻ ഏറ്റുവാങ്ങി. പ്രമുഖ നാടക പ്രവർത്തകൻ ഗോപിനാഥ് കോഴിക്കോട്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PV മുഹമ്മദ് അസ്ലം, PV പ്രസന്നകുമാരി, M മനു, CJ സജിത്ത്, C ചന്ദ്രമതി, M സുമേഷ്, KV രാധ, PP കുഞ്ഞികൃഷ്ണൻ, EP രാജഗോപാലൻ, രാജ്മോഹൻ നീലേശ്വരം, സംഘാടക സമിതി ചെയർമാൻ ഉദിനൂർ ബാലഗോപാലൻ, ജനറൽ കൺവീനർ C മുരളി, അക്കാദമി പ്രോഗ്രാം ഓഫീസർ VK അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പാലക്കാട് നവരംഗ് അവതരിപ്പിക്കുന്ന ഇദംന മമ എന്ന നാടകം അരങ്ങേറി. ജീവിച്ചു കൊതി തീർന്നിട്ടില്ലല്ലോ ദൈവമേ, സ്വന്തം ശവപ്പെട്ടിക്ക് തന്നെയാണല്ലോ നീ ആണി തന്നിരിക്കുന്നത്. നാടക മത്സരത്തിൽ തൃശൂർ മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിലെ 6 നാടക സംഘങ്ങൾ അവതരിപ്പിക്കുന്ന നാടകങ്ങളാണ് അരങ്ങിലെത്തുന്നത്. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഉദുമ പടിഞ്ഞാർ മുഹ്യദ്ദീൻ ജമാഅത്ത് കമ്മിറ്റിയുടെയും UAE കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സ്പീഡ്വേ ഇന്റർനാഷണൽ ഗ്രൂപ്പ് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സ്വർണ്ണ മെഡൽ വിതരണവും അനുമോദന സദസ്സും ഞായറാഴ്ച വൈകുന്നേരം 4 മണി മുതൽ നടക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരിടവേള കൂടി. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ ടൈംലി ഗുഡ് സർവീസ്. ഓൾ ഓഫ് യുവർ ഗുഡ് നഴ്സസ്. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്,
medical store and most modern operation theatre. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, ക്രോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറുക മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓ, എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്രചികിത്സാ രംഗത്ത് നൂതന സാങ്കേതിക തികവുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. രാവണീശ്വരം വിശ്വഭാരതി ആർട്സ് സ്പോർട്സ് ക്ലബിന്റെ 60ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. പ്രമുഖ സിനി ആർട്ടിസ്റ്റും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്തു. രാവണീശ്വരം വിശ്വഭാരതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 60ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. പ്രമുഖ സിനി ആർട്ടിസ്റ്റും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഒന്ന് സംശയിക്കുന്നു, RSSനും BJPക്കും ഈശ്വരവിശ്വാസം ഇല്ലേ? ജയ് ശ്രീറാം എന്ന് വിളിക്കുന്ന അവരുടെ മുദ്രാവാക്യത്തിന് പുറകിൽ ഈശ്വരവിശ്വാസം ഇല്ലേ? നിങ്ങൾ കുറച്ചുകൂടി കടന്ന് ചിന്തിച്ചു നോക്കൂ. ഈശ്വരനും വിശ്വാസങ്ങളും ഒരു സമൂഹത്തെ ക്രമപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെ തള്ളി പറയരുത് എന്ന് പറഞ്ഞത് ആരാ? കാൾ മാർക്സ് ആണ്. ഈശ്വരനും വിശ്വാസങ്ങളും വേണ്ട എന്നല്ല പറഞ്ഞത്. ഈശ്വരനും വിശ്വാസങ്ങളും ഒരു സമൂഹത്തെ ക്രമപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് തള്ളി പറയരുത് എന്നാണ് കാൾ മാർക്സ് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ RSSന്റെ പേരിൽ നാട് ഭരിക്കുന്ന BJPയും ഉൾപ്പെടെയുള്ള വർഗീയ ഫാസിസ്റ്റ് സംഘപരിവാർ ശക്തികൾ ഈശ്വരന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ നാടിനെ ക്രമപ്പെടുത്തുന്നുണ്ടോ, അക്രമപ്പെടുത്തുന്നുണ്ടോ? അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ശോഭ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം K. രാജേന്ദ്രൻ, DYFI ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി PK പ്രജീഷ്, പാണന്തോട് AKG ക്ലബ് സെക്രട്ടറി അജേഷ് P. എന്നിവർ സംസാരിച്ചു. ജ്യോതിഷ് TP സ്വാഗതവും അശോകൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. തുടർന്ന് തിരുവനന്തപുരം സംഘകേലിയുടെ ലക്ഷ്മണരേഖ നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് റിയൽ ഹൈപ്പർ മാർക്കറ്റിൽ വനിതാ കൗൺസിലർമാർക്കുള്ള സ്വീകരണവും ക്രിസ്തുമസ് ന്യൂ ഇയർ സമ്മാന വിതരണവും നടന്നു. റിയൽ ഹൈപ്പർ മാർക്കറ്റ് കാഞ്ഞങ്ങാട് വനിതാ കൗൺസിലർമാർക്കുള്ള സ്വീകരണവും ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയ ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനങ്ങളും വിതരണം ചെയ്തു. സമ്മാന വിതരണ ചടങ്ങ് കാഞ്ഞങ്ങാട് നഗരസഭയിലെ വനിതാ കൗൺസിലർമാർ നടത്തിയത് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഞങ്ങൾ ഇപ്രാവശ്യത്തെ എല്ലാ സമയത്തും ഞങ്ങളുടെ സമ്മാന വിതരണം വ്യത്യസ്ത രീതിയിലാക്കുവാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ 4 വർഷക്കാലം
കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ വിവിധ വാർഡുകളിലെ വികസനങ്ങളെ എത്തിച്ചു കൊണ്ടുവന്ന നമ്മുടെ പ്രിയപ്പെട്ട വനിതാ കൗൺസിൽ അംഗങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് ഇവിടെ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത്. വിജയിയായിട്ടുള്ള ഉപഭോക്താക്കൾക്ക് നോൺ സ്റ്റിക്കുകൾ, ഡിന്നർ സെറ്റ് എന്നീ സമ്മാനങ്ങളാണ് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ വനിതാ കൗൺസിലർമാരായ ശോഭന, കെ ലത, കെ പ്രഭാവതി, കെ വി സരസ്വതി, ഫൗസിയ ഷെരീഫ്, കെ വി സുശീല, കെ വി മായാകുമാരി, എ കെ ലക്ഷ്മി എന്നിവർ ചേർന്ന് നൽകിയത്. എല്ലാം വ്യത്യസ്തമായിട്ടാണ് ഓരോ വർഷവും ഇതുപോലെ നറുക്കെടുപ്പ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ കൊടുക്കും. എന്നാൽ ഇത് ഏറ്റവും വ്യത്യസ്തത പുലർത്തുന്ന കാര്യം തന്നെയാണ്. കാരണം കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ വനിതാ കൗൺസിലർമാരെയാണ്, വനിതകളെയാണ് പ്രത്യേകിച്ചിട്ട് എടുത്ത് പറഞ്ഞു വിളിച്ചത്. അതിലേറെ ഞങ്ങളുടെ എല്ലാവിധ സന്തോഷം അറിയിക്കുകയാണ്, നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും റിയലിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളിൽ എപ്പോഴും എല്ലാവരും ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത്. റിയൽ മാനേജിംഗ് ഡയറക്ടർ CP ഫൈസൽ, PRO മൂത്തൽ നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശ്രീനാഥകോട്ട കഴകം ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവം ജനുവരി 21 മുതൽ 25 വരെ തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീനാഥകോട്ട കഴകം ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവം ജനുവരി 21 മുതൽ 25 വരെ തീയതികളിലായാണ് നടക്കുന്നത്. വനിതാ മെമ്പർമാരെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം നടത്തിയ ഒരു സംഗമ പരിപാടിയാണ്. ആ സംഘ പരിപാടിയിലേക്ക് നാട്ടിലെ മുഴുവൻ ആൾക്കാരെയും വനിതകളെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. വനിതാ സംഗമം വൈകുന്നേരം 7 മണിക്ക് നടക്കുന്നതാണ്. അതായത് ക്ഷേത്രത്തിലെ ഭൂരിപക്ഷം മെമ്പർമാരും വനിതകളാണ്. അവരെ സമൂഹത്തിൻ്റെ മുന്നിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഞങ്ങൾ ഈ വനിതാ സംഗമത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് മടിക്കൈ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി S. പ്രീത അവരാണ്. ആ സംഗമത്തിൽ ക്ഷേത്രത്തിൻ്റെ വനിതാ മാതൃസമിതിയുടെ സെക്രട്ടറി ശ്രീ ലതാ വേലാരൻ സ്വാഗതം ആശംസിക്കും. അതുപോലെ തന്നെ പ്രസിഡന്റ് ശ്രീമതി അഞ്ചാരികളുടെ അധ്യക്ഷത. കൂടാതെ ഈ സംഗമ പരിപാടിക്ക് ആശംസ സംസാരിക്കുന്നത് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ശ്രീമതി KV ശ്രീലതി. 21-ന് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടക്കും. വൈകുന്നേരം 5 മണിക്ക് സർവൈശ്വര വിളക്കുപൂജ, തുടർന്ന് മാതൃസംഗമം. 22-ന് കലവറ നിരിക്കൽ ഘോഷയാത്ര. വൈകുന്നേരം 7 മണിക്ക് സാംസ്കാരിക സമ്മേളനം, തുടർന്ന് പ്രാദേശിക കലാസന്ധ്യയും വനിതാ പൂരക്കളിയും നടക്കും. 23-ന് കളിയാട്ട ആരംഭം. 24-ന് രക്തജാതൻ, പുലിയൂർ കണ്ണൻ, രക്തചാമുണ്ടി, വിഷ്ണുമൂർത്തി, നാദക്കോട്ട് ഭഗവതി, കാലിച്ചാൻ തെയ്യം, അന്തിയടങ്ങൻ ഭൂതം എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തും. 25-ന് വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന നാദക്കോട്ട് ഭഗവതിയുടെ തിരുമുടി ഉയരലോടുകൂടി ഉത്സവത്തിന് സമാപ്തിയാകും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കരിമ്പിൽ ഭാസ്കരൻ, പനങ്കൂൽ തമ്പാൻ, അരീക്കര ചന്ദ്രൻ, സന്തോഷ് TV എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിയൻ കേക്കടവൻ തറവാട് കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി സർവൈശ്വര്യ വിളക്കുപൂജ നടന്നു. മടിയൻ കേക്കടവൻ തറവാട് കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ചാണ് സർവൈശ്വര്യ വിളക്കുപൂജ നടന്നത്. ഇത് ആദ്യമായാണ് തറവാട് കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് വിളക്കുപൂജ നടക്കുന്നത്. വിളക്കുപൂജയ്ക്ക് തറവാട്ടംഗം രുക്മിണി ദാമോദരൻ, ലക്ഷ്മി മൂലക്കണ്ടം എന്നിവർ നേതൃത്വം നൽകി. സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. കേക്കടവൻ തറവാട് പ്രസിഡന്റ് K. രവിവർമ്മൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശിവപ്രസാദ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. തറവാട് ഭണ്ഡാരിയച്ചൻ ഗോപാലൻ മുഖ്യാതിഥിയായിരുന്നു. നിരവധി ആളുകൾ വിളക്കുപൂജയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചീമേനി മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന മഹോത്സവവും ഓഡിറ്റോറിയം സമർപ്പണവും ജനുവരി 19 മുതൽ 23 വരെ വിവിധ പരിപാടികളോടെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചീമേനി മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന മഹോത്സവവും ഓഡിറ്റോറിയം സമർപ്പണവും ജനുവരി 19 മുതൽ 23 വരെ തീയതികളിലായാണ് നടക്കുന്നത്.
ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1/2025 ഉച്ചയ്ക്ക് 12:30 സമർപ്പണം നടത്തപ്പെടുകയാണ്. ഉത്സവത്തോടനുബന്ധിച്ചിട്ട് 19-ാം തീയതി രാത്രി തുറക്കാറാട്ട്, 20-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് കലവറ ഘോഷയാത്രയും, വൈകുന്നേരം അതോടൊപ്പം തുടർന്ന് മുത്തപ്പൻ്റെ വെള്ളാട്ടവും, 7 മണിക്ക് സാംസ്കാരിക സമ്മേളനവും. അതിന് ഉദ്ഘാടനം ശ്രീ അനിൽകുമാർ, SHO ചീമേനി പോലീസ് സ്റ്റേഷൻ. വൈകുന്നേരം 7:30 പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ. 2025 ജനുവരി 21 ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുത്തപ്പൻ വെള്ളാട്ടം. വൈകുന്നേരം 6 മണിക്ക് ശ്രീ മുത്തപ്പൻ മടപ്പുര കാഴ്ച കമ്മിറ്റിയുടെ തിരുമുൽ കാഴ്ച. ജനുവരി 20 വൈകുന്നേരം 4 മണിക്ക് ചീമേനി ധർമ്മശാസ്ത്ര ക്ഷേത്ര പരിസരത്ത് നിന്ന് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. വൈകുന്നേരം 5 മുത്തപ്പൻ വെള്ളാട്ടം അരങ്ങിലെത്തും. രാത്രി 7 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ചീമേനി പോലീസ് ഇൻസ്പെക്ടർ M. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നൃത്തസന്ധ്യ അരങ്ങേറും. ജനുവരി 21 വൈകുന്നേരം 5 മണിക്ക് മുത്തപ്പൻ വെള്ളാട്ടവും തിരുമുൽ കാഴ്ചയും നടക്കും. രാത്രി 9 മണിക്ക് കണ്ണൂർ ന്യൂ വോയിസിന്റെ ഡാൻസ് ആൻഡ് മ്യൂസിക് നൈറ്റ്. പുതുതായി നിർമ്മിച്ച ശീതീകരിച്ച മുത്തപ്പൻ ഓഡിറ്റോറിയം ജനുവരി 22 ഉച്ചയ്ക്ക് 12:30 ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് നാടിന് സമർപ്പിക്കും. വൈകുന്നേരം 3 മണിക്ക് മലയിറക്കവും 5 മണിക്ക് ഊട്ടും വെള്ളാട്ടവും നടക്കും. രാത്രി 8 കങ്കോൽ കലയുടെ ഉറുമാല കിട്ടിയ ചൈത്രമാസം എന്ന നാടകം അരങ്ങേറും. ജനുവരി 23 പുലർച്ചെ തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തും. എല്ലാ ദിവസവും അന്നദാനം ഉണ്ടായിരിക്കുന്നതാണെന്ന് വാർത്താസമ്മേളനത്തിൽ VP ദാമോദരൻ, TP തമ്പാൻ, V ബാലകൃഷ്ണൻ, PV സുധാകരൻ, TP ധനേഷ്, TP നവനീതൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് കുമ്പളയിൽ ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിന് കേസ്. കുമ്പള കണിപ്പുര ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രം ഉത്സവത്തോടനുബന്ധിച്ചാണ് അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയത്. കേരള സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചാണ് ജില്ലാ സമ്മേളനം നടന്നത്. നായർ സർവീസ് സൊസൈറ്റിയുടെ തെക്കേ തൃക്കരിപ്പൂർ കരയോഗത്തിന് ഇളമ്പച്ചിയിൽ നിർമ്മിച്ച കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനം 19 നടക്കും. ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പദ്ധതി അധ്യാപക ശില്പശാലയ്ക്ക് ചെറുവത്തൂരിൽ തുടക്കമായി. എഴുത്തുകാരൻ പ്രകാശൻ കരിവള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കേരള കോപ്പറേറ്റീവ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് താലൂക്ക് സമ്മേളനം നടന്നു. സംസ്ഥാന സെക്രട്ടറി M. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട്ട് നടക്കുന്ന CPM ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായി വല്ല ലോക്കൽ കമ്മിറ്റി ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് ഫുട്ബോൾ മത്സരം നടന്നത്. നെഹ്റു യുവകേന്ദ്ര കാസർഗോഡ് NSS യൂണിറ്റ്, നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കാഞ്ഞങ്ങാട്, സബ് ഡിവിഷണൽ RTO ഓഫീസ് കാഞ്ഞങ്ങാട് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷാ വാരാചരണം നടത്തി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.